ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള വിഭവങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായും കാണണം. കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ പറ്റിയ വിഭവങ്ങളാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടാലേ നിങ്ങൾക്ക് ഓരോ പോയിൻ്റ് നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പാൽച്ചെമ്പിൻ്റെ തണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തളിരില നോക്കിയിട്ടാണ് തണ്ടും ഒക്കെ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മുകളിലെ തൊലിയൊക്കെ ഒന്ന് കളയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ശരിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ചെറുമത്തിയും അതുപോലെ അയിലയും കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് ശരിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചെറുമത്തി കൊണ്ട് അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ വെണ്ടക്ക ഇടുന്നുണ്ട്. വെണ്ടക്ക ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷം നമ്മളത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് ഒന്നും കൂടെ എണ്ണ ഒഴിച്ചൊന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് അരച്ചിട്ടാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള കറിയൊക്കെ അരിയും കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നായി വഴറ്റി അരച്ചിട്ടാണ് നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്നത്. ഒന്ന് തിക്കോട് കൂടിയുള്ള കറി ആകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ ചേമ്പിൻ്റെ തണ്ടൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇലയും ഒക്കെ നരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പൂളയും അതൊക്കെ ഒരു വലിയ കുക്കറിലാണ് വെക്കുന്നത്. കുറച്ചധികം ഉണ്ടെന്ന് നമുക്ക് തോന്നും കേട്ടോ. പക്ഷേ വെന്ത് കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അടിപൊളി ചീനമുളകൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചീനമുളകാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ചീനമുളക് ഉണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെ നമ്മൾ അയില ഒന്ന് മസാല ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായി വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ലെങ്കിൽ പെട്ടെന്നായി കിട്ടും. അങ്ങനെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായി ചൂടായിട്ട് നമ്മൾ മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മണം രുചിയോടുകൂടെ തന്നെ നമുക്ക് മീനൊക്കെ ആയി കിട്ടാൻ വേണ്ടി കറിവേപ്പിലയും പച്ചമുളകും നന്നായി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ചേമ്പുംതാളും പൂളക്കിഴങ്ങും അതുപോലെ ചേമ്പിൻ്റെ ഇലയും എല്ലാം കൂടി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് വറവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ചീനമുളകിൻ്റെയൊക്കെ പ്രത്യേകമായിട്ടുള്ള മണം ഇങ്ങനെ വരുമ്പോൾ കഴിക്കാൻ തോന്നും. അങ്ങനെ നമ്മളെ മീൻ കറിയൊക്കെ അടിപൊളിയായി ശരിയായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളെ കൂട്ടാനിലേക്ക് കുറച്ച് വറവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുകും അതുപോലെ വേപ്പിൻ്റെ ഇലയും പച്ചമുളകും പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നല്ല മണം രുചിയോടുകൂടെ തന്നെ നമ്മളെ കൂട്ടാൻ ശരിയായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആയതിന് ശേഷം ഒരു ഓംലേറ്റ് ഉണ്ടാക്കുകയാണ്. കുരുമുളകൊക്കെ ചതച്ചിട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റോടു കൂടി നമുക്ക് കുരുമുളക് ചേർത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. പിന്നെ നമ്മൾ പപ്പടം പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.